ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ അതൊരു വീഡിയോ എടുത്ത് ഇടുകയാണ് എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളിതെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടപ്രഥമന് വേണ്ട അട നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തോത്തി വെച്ചിട്ടുണ്ട്. അത് ഇനി ശർക്കര പാനിയാക്കിയിട്ട് നമ്മളത് ഉരുളിയിൽ ഓൾറെഡി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏലക്കയും പഞ്ചസാരയും ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നെയ്യിൽ വറുത്ത് വെച്ച കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച്, പിന്നെ ചുക്ക് പൊടി, ചവ്വരി അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യ്, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും അതുപോലെ തന്നെ പശുവിൻ പാലും. ഇത്രയാണ് നമുക്ക് വേണ്ടത് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തിളച്ച് വരുന്ന ശർക്കരയിലേക്ക് നമ്മൾ ഈ നേരത്തെ ഓൾറെഡി വേവിച്ച് വെച്ച ചവ്വരി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കട്ടയൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച അടയും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും ഓൾറെഡി ഒന്ന് സെറ്റായിട്ട് നന്നായിട്ട് ഇതായി വരുമ്പോൾ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും. ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ആ വെള്ളം പറ്റുന്നിടം വരെ നമ്മളൊന്ന് കുറുകാൻ വേണ്ടി വെക്കും. നന്നായിട്ട് ഇളക്കി കുറുകാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയുടെ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കും. അങ്ങനെ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ പൊടിച്ച് വെച്ച ഏലക്കയും പഞ്ചാര ആ പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടി, നെയ്യ് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ അത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാലിനകത്ത് കുറച്ച് ഏലക്ക ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അത് നന്നായിട്ട് ഞെവിടിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ ഇച്ചിരി പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ, ആ ഏലക്കയുടെ ഫ്ലേവറിനും കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളങ്ങനെ പശുവിൻ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ട് വരും. നല്ല ടേസ്റ്റായിട്ടുള്ള വരും. ഇവിടെ ഈ പ്രഥമന് ഇച്ചിരി കളറ് കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ള ശർക്കരയാണ്. നമ്മൾ കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളറ് കിട്ടും. ഇതിനും നല്ല മധുരമൊക്കെയാണ്, പക്ഷെ എന്നാലും ചെറിയ കളറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നല്ല പായസത്തിന് കുറച്ചുകൂടി നല്ല കളറായിട്ട് കിട്ടും. അല്ലാതെ പ്രത്യേകമായിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. വീട്ടിൽ പായസം വെച്ചപ്പം ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നികത്തി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.